വളരെ പെട്ടെന്ന് ന്യൂസ് അജണ്ടയിലേക്ക് ഡൽഹിയിൽ നിന്ന് ഗൗതം ഉണ്ട്, തിരുവനന്തപുരത്ത് നിന്ന് പ്രജിത്ത് ഉണ്ട്, അർജുൻ ചേരുന്നു വയനാട്ടിൽ നിന്ന്, ഒപ്പം സുധീഷ് ഉണ്ട് കൊച്ചിയിൽ നിന്ന്. പെട്ടെന്ന് ഗൗതമിലേക്ക്. ഗൗതം, ഇന്നത്തെ പ്രധാന വാർത്ത രാവിലെ പറഞ്ഞതുപോലെ തന്നെയാണ് ഇന്നത്തെ ഈ വിഭജന ഭീതി ദിനവും അഖണ്ഡ ഭാരതം എന്നുള്ള ആ ദിനവും, അല്ലെ? പ്രദീപിള്ള, ഇന്നത്തെ ദിവസം തീർച്ചയായിട്ടും അഖണ്ഡ ഭാരത ദിനം, അതോടൊപ്പം തന്നെ വിഭജന ഭീതി അനുസ്മരണ ദിനം, ഈ രണ്ട് ദിവസങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകളുണ്ട്. അതോടൊപ്പം തന്നെ നാളെ സ്വാതന്ത്ര്യദിന ആഘോഷം നടക്കാൻ പോകുന്നു. അതുമായി ബന്ധപ്പെട്ട സുരക്ഷാ ക്രമീകരണങ്ങൾ രാജ്യ തലസ്ഥാനത്തും ഒപ്പം നാടിൻ്റെ വിവിധ ഭാഗങ്ങളിലും ശക്തമാക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ബംഗ്ലാദേശിലും മറ്റും നടന്നുകൊണ്ടിരിക്കുന്ന കലാപത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കുക. വൈകുന്നേരം 7 മണിക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൻ്റെ സ്വാതന്ത്ര്യദിന സന്ദേശമുണ്ടാകും. അത് ഇംഗ്ലീഷ് ഭാഷയിലും ഹിന്ദി ഭാഷയിലുമുള്ള സന്ദേശമാണ് രാഷ്ട്രപതി വൈകുന്നേരം 7 മണിക്ക് നൽകുക. ഒപ്പം ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്ന കലാപം, അതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകളും ഉണ്ടാകും. പ്രദീപ്, ഇനി അർജുനിലേക്ക് പോകാം. വയനാട്ടിൽ നിന്ന് അർജുൻ, തിരച്ചിൽ തുടരുകയാണ് അല്ലേ? തീർച്ചയായും. പക്ഷേ ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത് നാമമാത്രമായിട്ടുള്ള ഒരു തെരച്ചിൽ മാത്രമാണ് ഇവിടെ നടക്കുന്നത്. ജനകീയ തെരച്ചിൽ നടക്കുന്നില്ല എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാം. അതായത് ഈ പരിസര പ്രദേശവാസികൾ ആരും തന്നെ ഈ തെരച്ചിൽ പങ്കെടുക്കുന്നില്ല. മറ്റു ഫോഴ്സുകളും ആ പരിശോധന ഏകദേശം നിർത്തിവെച്ച രീതിയിലാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. നമുക്ക് പ്രധാനമായും പറയുവാനുള്ളത് DNA ടെസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ 401 DNA പരിശോധന പൂർത്തിയായതിൽ 349 ശരീരഭാഗങ്ങളിൽ 248 എണ്ണം 248 ആളുകളുടെ 349 ശരീരഭാഗങ്ങളാണ് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരം. ഇതിൽ 121 പുരുഷന്മാരും 127 സ്ത്രീകളുമാണ് ഉള്ളത് എന്നുള്ളത് നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നു. മാത്രമല്ല ഇന്ന് ജോൺ മത്തായിയുടെ നേതൃത്വത്തിൽ വിദഗ്ധ സംഘം ഇന്നും ഈ പ്രദേശങ്ങളിൽ പരിശോധന നടത്തുന്നുണ്ട്. അർജുൻ, തുടരുന്ന കാര്യം 9 മണിക്ക് ലൈവ് റിപ്പോർട്ടുണ്ട്. എല്ലാ ലേഖകന്മാരുമായിട്ടും അതാത് സ്ഥലത്തു നിന്നുള്ള ലൈവ് തത്സമയ വാർത്താ സംപ്രേഷണമാണ്. ലൈവ് റിപ്പോർട്ട് കൃത്യം 9-ന് വിനോദ് എത്തും. ഇനിയും നമുക്കൊന്ന് സുധീഷിലേക്ക് പോകാം അല്ലേ? കൊച്ചിയില് സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട്. സുധീഷ്, ഇന്ന് കോടതിയിൽ പ്രജിത്ത് ആണ് ചേരുന്നത്. പ്രജിത്ത് മോഹൻ. പ്രജിത്ത് പറയൂ. പ്രതിഭ, ഇന്ന് തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് മന്ത്രിസഭാ യോഗം തന്നെയാണ്. മന്ത്രിസഭാ യോഗത്തിൽ 2 വിഷയങ്ങളാണ് പ്രധാനമായും ചർച്ചയ്ക്ക് വരുന്നത്. ഒന്ന്, ധനവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന രവീന്ദ്രകുമാർ അഗർവാൾ കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ കേരളം വിട്ടതോടെ സംസ്ഥാനത്തെ ധനവകുപ്പ് നാഥനില്ല കളരിയായി മാറിയിരിക്കുന്നു. മറ്റ് IAS ഉദ്യോഗസ്ഥർ ഈ സ്ഥാനം ഏറ്റെടുക്കാൻ, മുതിർന്ന IAS ഉദ്യോഗസ്ഥർ ഈ സ്ഥാനം ഏറ്റെടുക്കാൻ വിസമ്മതിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിന് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി KM എബ്രഹാമിന്റെ വകുപ്പിലെ അമിതമായ ഇടപെടലുകളാണ്, അനാവശ്യമായ ഇടപെടലുകളാണ്. അപ്പോൾ IAS തലപ്പത്തെ തർക്കങ്ങളും മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ അമിതാധികാര പ്രയോഗവും സംസ്ഥാന ധനവകുപ്പിനെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഓണം അടക്കം വരുന്നു. വലിയ തുകകൾ കണ്ടെത്തേണ്ടതുണ്ട്. 5000 കോടിയെങ്കിലും ചെലവ് പ്രതീക്ഷിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ ധനവകുപ്പ് പ്രതിസന്ധിയിലായിരിക്കുന്ന സാഹചര്യം. അതോടൊപ്പം തന്നെ വയനാട്ടിലെ പുനരധിവാസവും പുനർനിർമ്മാണ സാഹചര്യങ്ങളും ഇന്ന് മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യും. വയനാട്ടിൽ നടപ്പിലാക്കേണ്ട പദ്ധതികളുമായി ബന്ധപ്പെട്ട കേന്ദ്ര സഹായത്തിന് നൽകേണ്ട ഈ വിശദമായ റിപ്പോർട്ട് തൊട്ട് പിന്നാലെ കാണാം. ഇനി നമുക്ക് മനോജിലേക്ക് പോകാം. തൃശ്ശൂർ. മനോജിൽ ആണ് ഒരുപക്ഷെ ഇന്നത്തെ പ്രധാന അജണ്ടകളിൽ ഒന്ന്. മനോജ്, പെട്ടെന്ന്. തീർച്ചയായും ഇന്ന് നടക്കുന്ന യോഗം അതുതന്നെയാണ്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിലാണ് തൃശ്ശൂർ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ടുള്ള യോഗം നടക്കുന്നത്. 2 മന്ത്രിമാരടക്കം മറ്റ് ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ ക്ഷേത്ര ഭാരവാഹികളും പങ്കെടുക്കുന്നുണ്ട്. ഈ ദേവസ്വം ഭാരവാഹികളൊക്കെ പങ്കെടുക്കുന്നുണ്ട്. തൃശ്ശൂർ പൂരം ഇനി ആശങ്കയൊന്നുമില്ലാതെ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നുമില്ലാതെ നല്ല രീതിയിൽ നടത്തുവാനുള്ള തീരുമാനങ്ങളാകും ഉണ്ടാകുക. അതിൽ പ്രധാനമായും ചർച്ചയാവുക വെടിക്കെട്ട് തന്നെയാണ്. വെടിക്കെട്ടിൽ ജനങ്ങൾക്ക് നിലവിൽ കാണുവാൻ സാധിക്കുന്നത് ഫയർലൈനിൽ നിന്നും 100 മീറ്റർ അകലെയാണ്. എന്നാൽ അത് 60 മീറ്ററിലേക്കാക്കി ചുരുക്കുവാനുള്ള സാധ്യതകൾ പരിശോധിക്കുന്നുണ്ട്. അത്തരത്തിൽ സാധ്യമായാൽ ജനങ്ങൾക്ക് കൂടുതൽ പേർക്കും ഈ വെടിക്കെട്ട് എവിടെ നിന്ന് ആയാലും കാണുവാൻ സാധിക്കും. അത്തരത്തിൽ ഓരോ ചടങ്ങുകളും അതോടൊപ്പം തന്നെ അതിലെ നിയന്ത്രണങ്ങളൊക്കെ ഇളവ് വരുത്തിക്കൊണ്ട് പോലീസിൻ്റെയൊക്കെ അനാവശ്യപരമായിട്ടുള്ള ഇടപെടലുകൾ അതിനെയൊക്കെ തന്നെ മാറ്റിക്കൊണ്ട് തൃശ്ശൂർ പൂരം വളരെയധികം പൊലിമയോടുകൂടി നടത്തുവാൻ വേണ്ടിയിട്ടുള്ള ഒരു തുടക്കം തന്നെയാണ് ഈ യോഗത്തിൽ നടക്കുന്നത്. ശരി മനോജ്, വളരെ പെട്ടെന്ന് സുധീഷ് ഗോപാലിലേക്ക്. സുധീഷ് ഗോപാൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. എന്താണ് കൊച്ചിയിൽ നിന്നുള്ള ഇന്നത്തെ അജണ്ട? വളരെ പെട്ടെന്ന്, സമയം കഴിയുന്നു.
പ്രദീപ് പിള്ള, ഇന്ന് പ്രധാനമായും ഹൈക്കോടതിയിൽ നിന്നുള്ള വാർത്തകളാണ് കൊച്ചിയിൽ നിന്നും എടുത്തു പറയേണ്ടത്. അത് ഒന്ന്, പന്തീരങ്കാവ് പീഡന കേസിലെ പ്രതി ഉൾപ്പെടെ പ്രതിയും പരാതിക്കാരിയും ഇന്ന് ഹൈക്കോടതിയിൽ ഹാജരാകുകയാണ്. ഇത് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിന്റെ നിർദ്ദേശപ്രകാരം 10:30 ഹൈക്കോടതിക്ക് മുന്നിലെത്തും. 11 മണിയോടെ കോടതിയിലേക്ക് അവർ എത്തും എന്നാണ് അറിയാൻ കഴിയുന്നത്. മറ്റൊന്ന്, ആലപ്പുഴ ജില്ലയിലെ തോട്ടപ്പള്ളിയിൽ നിന്നും തീരദേശ മേഖലയിൽ നിന്നുള്ള അനധികൃത കരിമണൽ ഖനനത്തിനെതിരെ അത് തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള അഡ്വക്കേറ്റ് ഷോൺ ജോർജിന്റെ പരാതിയും ഇന്ന് കോടതി പരിഗണിക്കുകയാണ്. ഇത് രണ്ടെണ്ണം. ഇതിനു പുറമെ മറ്റൊരു വാർത്തയെന്ന് പറയുമ്പോൾ വെളിയത്ത് നാട്ടിൽ അവിടെ CPM-ഉം കോൺഗ്രസും SDPI-യും മുസ്ലിം ലീഗും ചേർന്നുള്ള ഒരു കൂട്ടുകക്ഷിയെ അവിടെ BJP-യുടെ നേതൃത്വത്തിലുള്ള മുന്നണി സഹകരണ സംഘത്തിലേക്ക്, വെളിയത്തുനാട് സഹകരണ ബാങ്കിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തിയിരിക്കുന്നു. അവർ ഇന്ന് അധികാരമേൽക്കും എന്നതും മറ്റൊരു ചാനലും അതത്ര പ്രാധാന്യത്തോട് നൽകിയിട്ടില്ല എന്ന് തോന്നുന്നു. BJP പിന്തുണയ്ക്കുന്ന മുന്നണി അവിടെ അധികാരം നിലനിർത്തിയിരിക്കുകയാണ്. സുധീഷ് ഗോപാൽ, നന്ദി. എല്ലാ റിപ്പോർട്ടർമാർക്കും നന്ദി.